പോകുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിയാണ്. ഈ ചൂട് സമയത്തും നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണിത്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റോട് കൂടി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാൻ ഞാൻ ചുവട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 500 ml പശുമ്പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാല് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കേണ്ടതാണ്. കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ച് അത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അല്ലാതെ നേരിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റാർഡ് പൗഡർ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അത് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നത്. കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടേണ്ടതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. നിങ്ങളിപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നമ്മുടെ മിക്സ് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ടതാണ്. നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഞാനിതാ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് മാതളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണോ ഇഷ്ടം അത് ഇതിലേക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുന്തിരിയാണ്. പച്ചമുന്തിരി അരിഞ്ഞിട്ടും മുഴുവനായി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഒരു ആപ്പിളിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഴുത്ത മാങ്ങ കൂടി എൻ്റെ അടുത്തുണ്ടായിരുന്നു, അതും ഞാൻ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും കട്ടിയിൽ വേണം നമ്മുടെ മിക്സ് തയ്യാറാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഫ്രൂട്ട്സിലെ വെള്ളം ഇറങ്ങി മിക്സ് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ ലൂസ് ആവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.